എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. സോളിഡ്സ് അഥവാ ഘനരൂപങ്ങൾ എന്ന പാഠത്തിലെ പ്രധാനപ്പെട്ട പോയിന്റുകളും അതുപോലെ തന്നെ സ്ഥിരമായി ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഭാഗങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു വീഡിയോ ആണ് നമ്മൾ ഇന്ന് ചെയ്യുന്നത്. നമുക്കറിയാം ഈ ചാപ്റ്ററിൽ ആദ്യമായിട്ട് വരുന്നത് സ്ക്വയർ പിരമിഡ് അല്ലേ, അതായത് സ്തൂപികളെ കുറിച്ചാണ്. അപ്പൊ ഈ ഭാഗത്ത് നിന്ന് നിങ്ങൾക്ക് ഉറപ്പായിട്ടും 5-6 മാർക്കുള്ള ചോദ്യങ്ങൾ വരും. അപ്പൊ ഈ മാർക്ക് നോക്കിയാൽ നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ സ്കോർ ചെയ്യാൻ പറ്റും. ഇതിലേക്കൊന്നും പോകണ്ട. നോക്കിയാൽ ഈ 2 ട്രയാങ്കിൾ ഇതേപോലെ തന്നെ നിങ്ങൾ വരച്ചു പഠിക്കുക. ഈ ഒറ്റ കാര്യം നിങ്ങൾക്ക് ഓർമ്മയുണ്ടെങ്കിൽ ഈ ഭാഗത്തെ എല്ലാ ചോദ്യങ്ങൾക്കും നിങ്ങൾക്ക് ഉത്തരം എഴുതാൻ പറ്റും. ഇവിടെ നോക്കിയാൽ 2 ട്രയാങ്കിൾ ഇങ്ങനെ അല്ലെ യോജിപ്പിച്ച് വരയ്ക്കുക. ഇത് എച്ച്, ഇത് എൽ, ഇത് ഇ. ഹൈറ്റ് എന്ന് പറഞ്ഞാൽ സ്തൂപിയുടെ ഹൈറ്റ്, എൽ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം സ്ലാൻഡ് ഹൈറ്റ് അല്ലെ, ഇ എന്ന് പറഞ്ഞാലോ ലാറ്ററൽ എഡ്ജ് അല്ലെ, അതായത് പാർശ്വവക്ക്. അപ്പോൾ ഓർക്കാൻ എളുപ്പമാണല്ലോ, എച്ച് എൽ ഇ കണ്ട, ഇത് 90 ഡിഗ്രി, ഇത് A/2, ഇത് A/2. ഈ ഒറ്റ കാര്യം നിങ്ങൾക്ക് ഓർമ്മയിലുണ്ടെങ്കിൽ ഈ ഭാഗത്തെ 5-6 മാർക്കിൽ നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ വാങ്ങാൻ പറ്റും. ഇവിടെ നോക്കിയാൽ ഇതിന്റെ ഇക്വേഷൻ എന്താ, നമ്മളോട് ചോദിക്കുക ഒന്നുകിൽ ടോട്ടൽ സർഫസ് ഏരിയ, അതല്ലെങ്കിൽ പിന്നെ നമ്മളോട് വോളിയം ചോദിക്കും അല്ലെ. ഈ 2 കാര്യങ്ങൾ നമുക്ക് ഈ ചാപ്റ്ററിൽ പഠിക്കുക, ഈ ഭാഗത്ത് നിന്ന് പഠിക്കാനുള്ളൂ. അപ്പോൾ ടോട്ടൽ സർഫസ് ഏരിയ എന്ന് പറഞ്ഞാൽ ബേസ് ഏരിയയുടെ കൂടെ ലാറ്ററൽ സർഫസ് ഏരിയ കൂടി കൂട്ടണം അല്ലെ. ബേസ് ഏരിയ നമുക്ക് ഇതറിയാം, ഇതിന്റെ ഏരിയ, പിന്നെ ലാറ്ററൽ സർഫസ് ഇതിന്റെ ഏരിയ കൂടി കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ടോട്ടൽ സർഫസ് ഏരിയ കിട്ടും അല്ലെ. അതായത് A² + 2AL. ഇതാണ് നമ്മുടെ ഇക്വേഷൻ. ഇത് കാണാതെ തന്നെ പഠിക്കുക. A² + 2AL എന്ത് ടോട്ടൽ സർഫസ് ഏരിയ. പിന്നെ നമുക്കതിന് വോളിയാണ്, വോളിയം വ്യാപ്തം 1/3 A²H. അപ്പോൾ ഇവിടെ വരുന്നത് ഏതൊക്കെയാണ് നോക്കിയാൽ, A വരുന്നുണ്ട്, L വരുന്നുണ്ട്, H വരുന്നുണ്ട് അല്ലെ. അപ്പൊ ഈ 3 കാര്യങ്ങൾ വരുന്നുണ്ട്. ഇതിൽ നമുക്ക് 2 എണ്ണം തന്നിട്ടുണ്ടാകും, 1 എണ്ണം തന്നിട്ടുണ്ടാവില്ല. മനസ്സിലായല്ലോ. അപ്പൊ ഇതിൽ തരാത്തത് കണ്ടുപിടിക്കാൻ ഈ ഒറ്റ കാര്യം നിങ്ങൾക്ക് ഓർമ്മയുണ്ടെങ്കിൽ ഏതാണോ തരാത്തത് അത് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഉദാഹരണത്തിന് നോക്കിയാൽ ഇപ്പൊ നമ്മളോട് ടോട്ടൽ സർഫസ് ഏരിയ കണ്ടുപിടിക്കാൻ പറയും. അതിൽ ഒരു വശത്തിന്റെ നീളം നമുക്ക് തന്നിട്ടുണ്ടായിരിക്കും, അതായത് പാദവക്കിന്റെ നീളം തന്നിട്ടുണ്ടായിരിക്കും. പിന്നെ നമുക്ക് ഹൈറ്റ് തന്നിട്ടുണ്ടായിരിക്കും, ഈ സ്തൂപികയുടെ ഹൈറ്റ് തന്നിട്ടുണ്ടായിരിക്കും. നമ്മൾ ഇക്വേഷൻ എഴുതുമ്പോൾ നമുക്ക് L വരും അല്ലെ, L വേണ്ടി വരും. അപ്പൊ L എങ്ങനെ ഇതിൽ നിന്ന് കണ്ടുപിടിക്കുക, ഇവിടെ നോക്കിയാൽ ഇത് കർണാണ് അല്ലെ. അപ്പൊ എന്ത് ചെയ്താൽ മതി, ഇതിന്റെ സ്ക്വയറും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഇതിന്റെ സ്ക്വയർ കിട്ടി, കണ്ടാ കിട്ടി. അപ്പൊ L കിട്ടി. അപ്പൊ ഇനി ഇക്വേഷനിൽ L കൊടുത്താൽ മതി. അതല്ലെങ്കിൽ നമുക്ക് A തന്നിട്ടുണ്ടാവില്ല, മനസ്സിലായോ. A തന്നിട്ടുണ്ടാവില്ല, നമുക്ക് H തന്നിട്ടുണ്ടാവും, L തന്നിട്ടുണ്ടാവും. അങ്ങനെയാണ് എന്ത് ചെയ്യണം, ഇതിന്റെ സ്ക്വയറിൽ നിന്ന് ഇതിന്റെ സ്ക്വയർ കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിന്റെ സ്ക്വയർ കിട്ടി, A/2ന്റെ സ്ക്വയർ കിട്ടും. അങ്ങനെ നമുക്ക് A/2 കണ്ടുപിടിക്കാം. A/2 കിട്ടിക്കഴിഞ്ഞാൽ അതിനെ 2 കൊണ്ട് ഗുണിച്ചാൽ നമുക്ക് എന്ത് കിട്ടും, A കിട്ടും. അപ്പൊ നമുക്ക് A കണ്ടുപിടിക്കാം, മനസ്സിലായല്ലോ. അപ്പൊ ഇതേ രൂപത്തിൽ നമുക്ക് ഏത് തരാത്തത് കണ്ടുപിടിച്ചിട്ട് അതിൽക്ക് നമ്മൾ ഇതും ഇട്ട് കൊടുത്താൽ എന്തായി, നമുക്ക് ഈ ഭാഗത്തുനിന്നുള്ള ഏത് ചോദ്യത്തിനും ഉത്തരം എഴുതാൻ പറ്റും. ഇനി നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നോക്കിയാൽ, ഇതെന്തായിരിക്കും, ഇതെപ്പോഴും ഇത് സമപാർശ്വ ത്രികോണങ്ങളായിരിക്കും. അതായത് ഈ 2 ആംഗിളും എപ്പോഴും എന്തായിരിക്കും, ഈക്വൽ ആയിരിക്കും. മനസ്സിലായല്ലോ, ഈ 2 ആംഗിളും ഈക്വൽ ആയിരിക്കും. പിന്നെ ഈ ആംഗിളോ എപ്പോഴും 90 ഡിഗ്രിയേക്കാൾ കുറവായിരിക്കണം. അപ്പൊ 90 ഡിഗ്രിയോ 90 ഡിഗ്രിയേക്കാൾ കൂടുതലാണെങ്കിൽ എന്ത് സംഭവിക്കും, ഇവിടെ നമുക്കിവിടെ ഹൈറ്റ് ഉണ്ടാവില്ല. മനസ്സിലായില്ല. അപ്പോൾ ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. അത് മുമ്പ് ചോദിച്ചിട്ടുണ്ട്. ഈ ആംഗിൾ എപ്പോഴും എത്രയായിരിക്കണം, 90 ഡിഗ്രിയേക്കാൾ കുറവായിരിക്കണം. ഇനി മറ്റൊരു കാര്യം നോക്കിയാൽ, ഈ ഹൈറ്റ് എപ്പോഴും എന്തായിരിക്കണം, A/2നേക്കാൾ കൂടുതലായിരിക്കണം. മനസ്സിലായില്ലേ. ഹൈറ്റ് എപ്പോഴും A/2 ഇതിന്റെ ഒരു ബേസിന്റെ വശം ആ നീളത്തിന്റെ പകുതിയേക്കാൾ കൂടുതലായിരിക്കണം. അതല്ലെങ്കിൽ നോക്കിയാൽ എന്തായിരിക്കും, എന്ത് സംഭവിക്കും, ഇവിടെയും ഹൈറ്റ് അല്ലെങ്കിൽ ഉണ്ടാവില്ല. അപ്പൊ ഈ 2 പോയിന്റുകൾ പ്രത്യേകം നിങ്ങൾ ഓർമ്മയിൽ വെക്കുക. ഇനി നമുക്ക് നോക്കിയാൽ മുമ്പ് ചോദിച്ച 1-2 ചോദ്യങ്ങളൊന്ന് നോക്കാം. A square pyramid is made by cutting out a paper as in the figure. ഈ ഫിഗറിലുള്ള പോലെ തന്നെ എന്ത് ചെയ്തു, പേപ്പർ കട്ട് ചെയ്തിട്ട് ഒരു സ്ക്വയർ പിരമിഡ് ഉണ്ടാക്കി. സൈഡ്സ് ഓഫ് ദി സ്ക്വയർ ഈസ് 40 സെന്റിമീറ്റർ. കണ്ട, സൈഡുകൾ 40 സെന്റിമീറ്റർ ആണ് പറഞ്ഞിട്ടുണ്ട്. ഹൈറ്റ് ഓഫ് ദി ട്രയാങ്കിൾ ഈസ് 25. ഹൈറ്റ് ഓഫ് ദി ട്രയാങ്കിളിന്റെ സൈഡ് 25 സെന്റിമീറ്റർ. അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ദി സ്ലാൻഡ് ഹൈറ്റ് ഓഫ് ദി സ്ക്വയർ പിരമിഡ്. സ്ലാൻഡ് ഹൈറ്റ് അല്ലെ. അപ്പൊ സ്ലാൻഡ് ഹൈറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, നമുക്കറിയാം L ആണ്. അപ്പൊ L കണ്ടുപിടിക്കണം. അടുത്തത് ഫൈൻഡ് ദി ഹൈറ്റ് ഓഫ് ദി പിരമിഡിന്റെ ഹൈറ്റ്, അതായത് H കണ്ടുപിടിക്കണം. പിന്നെ കാൽക്കുലേറ്റ് ദി വോളിയം കണ്ടുപിടിക്കണം. ഞാൻ പറഞ്ഞല്ലോ. അപ്പൊ ഇതറിയാണെങ്കിൽ നമുക്ക് ഇതിനൊക്കെ ഉത്തരം കണ്ടുപിടിക്കാൻ പറ്റും. ഇവിടെ എന്താണ് ചോദിച്ചിട്ടുള്ളത്, L കണ്ടുപിടിക്കണം. L എന്താണെന്ന് നോക്കിയേ, L എന്ന് പറഞ്ഞാൽ ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ള ദൂരമാണ് L അല്ലെ, ഈ ത്രികോണത്തിന്റെ ഹൈറ്റ്. അപ്പൊ L നമുക്ക് 25 തന്നിട്ടുണ്ട്. അപ്പൊ 25. ഇനി H കണ്ടുപിടിക്കണം. H കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം, ഉടനടി ഇങ്ങോട്ട് നോക്കാം. H നോക്കിയാൽ H കിട്ടാൻ എന്ത് ചെയ്യണം, L നമുക്കറിയാം 25, A/2 40ന്റെ പകുതി അറിയാം. ഇത് രണ്ടും കിട്ടിക്കഴിഞ്ഞാൽ ഇതിൽ നിന്ന് പൈത്തഗോറസ് തിയറം ഉപയോഗിച്ചുകൊണ്ട് H കണ്ടുപിടിക്കാൻ പറ്റും അല്ലെ. അപ്പൊ H കിട്ടി. ഇനി എന്താണ് വോളിയം കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം, 1/3 A²H. A കിട്ടി, H കിട്ടി അല്ലെ. പിന്നെ നമുക്ക് വോളിയം കണ്ടുപിടിക്കാലോ. അപ്പൊ ഇതേ രീതിയിലുള്ള ചോദ്യങ്ങൾ തന്നെയായിരിക്കും ഈ ഭാഗത്തുനിന്ന് ചോദിക്കാം. അപ്പൊ ഇത് ഓർമ്മയുണ്ടെങ്കിൽ ഈ ഭാഗത്തെ എല്ലാ ചോദ്യങ്ങൾക്കും നിങ്ങൾക്ക് ഉത്തരം എഴുതാൻ പറ്റും.
പിന്നെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഒരു പക്ഷേ എ നമുക്ക് തരില്ല, അതിന് പകരം ഇതിന്റെ എന്ത് വരും, പെരിമീറ്റർ വരും, ചുറ്റളവ് തരും. മനസ്സിലായോ? അപ്പൊ അങ്ങനെയാണെങ്കിൽ 4a = ചുറ്റളവാണ്, 4a = എന്ന് പറഞ്ഞിട്ട് അത് കൊടുക്കുക, അതിൽ നിന്ന് എ കണ്ടുപിടിക്കുക. അത്രയുള്ള ചെറിയ വ്യത്യാസങ്ങൾ വരുള്ളൂ. ബാക്കിയൊക്കെ ഇതേ ടൈപ്പ് ചോദ്യങ്ങൾ തന്നെയായിരിക്കും ചോദിക്കുക. ഇനി നമുക്കുള്ളത് കോണാണ് അല്ലെ, വൃത്തസ്തൂപിയാണ്. അപ്പൊ ആ ഭാഗം നമുക്കൊന്ന് നോക്കാം. ഇവിടെ നോക്കിയാൽ ഒരു സർക്കിൾ അല്ലെ, ഒരു സർക്കിളിൽ നിന്ന് നമ്മൾ ഒരു സെക്ടർ കട്ട് ചെയ്തിട്ട് അത് നമുക്ക് വളച്ചു കഴിഞ്ഞാൽ എന്തിരിക്കും, ഇതുപോലെ നമുക്കൊരു കോണ് കിട്ടും അല്ലെ, അതായത് വൃത്തസ്തൂപി നമുക്ക് കിട്ടും. അപ്പൊ നിങ്ങൾക്ക് ഈ ഭാഗത്ത് നിന്ന് തന്നെ ഒരു ചോദ്യം കിട്ടും. എങ്ങനെയാണ് ചോദിക്കാറ്? ഇവിടെ നോക്കിയാൽ ഈ വലിയ സർക്കിളിന്റെ റേഡിയസ് അല്ലെ, വലിയ സർക്കിളിന്റെ റേഡിയസ് ആണ് എന്തായി വരിക, നമ്മുടെ ഈ കോണിന്റെ സ്ലാന്റ് ഹൈറ്റ് ആയിട്ട് വരിക. കണ്ട, ഇത്രയും ഭാഗം മനസ്സിലായല്ലോ. അപ്പൊ ഈ റേഡിയസ് ആണ് എന്ത്, സ്ലാന്റ് ഹൈറ്റ്. അത് എപ്പോഴും ഓർമ്മയിൽ വെക്കുക, റേഡിയസ് ആണ് ഈ സ്ലാന്റ് ഹൈറ്റ്. ഇനി ഇവിടെ നിന്ന് സ്ഥിരമായി ചോദിക്കുന്ന ചോദ്യം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നോക്കിയാൽ, ഇവിടെ നമുക്ക് ഈ ആംഗിൾ തന്നിട്ടുണ്ടായിരിക്കും, കട്ട് ചെയ്യുന്ന ആംഗിൾ തന്നിട്ടുണ്ടായിരിക്കും, ഇതിന്റെ റേഡിയസ് തന്നിട്ടുണ്ടായിരിക്കും. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ ഇതിന്റെ ബേസിന്റെ ഈ റേഡിയസ് എത്രയായിരിക്കും, അങ്ങനെ ചോദിക്കും. അതല്ലെങ്കിൽ നോക്കിയാൽ ഈ കോണിന്റെ റേഡിയസ് നമുക്ക് തന്നിട്ടുണ്ടായിരിക്കും, ഈ സർക്കിളിന്റെ റേഡിയസ് തന്നിട്ടുണ്ടായിരിക്കും. അങ്ങനെയാണെങ്കിൽ എത്ര ആംഗിളിൽ കട്ട് ചെയ്യണം, അങ്ങനെ ചോദിക്കും. അതല്ലെങ്കിൽ ഇത് രണ്ടും തരും, ഇതിന്റെ റേഡിയസ് എത്രയാണെന്ന് ചോദിക്കും. ഈ തരത്തിലുള്ള ചോദ്യങ്ങൾ ഈ ഭാഗത്ത് നിന്ന് ഉറപ്പായിട്ട് ചോദിക്കും. ഇതിനെന്താണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ള എളുപ്പപ്പണി? ഇവിടെ നോക്കിയാൽ x/360 കണ്ട, മൊത്തം 360 ഡിഗ്രി ആണ്. അപ്പൊ x/360 ഇതിന്റെ 6/ഇതിന്റെ 6. ഈ ഒറ്റ കാര്യം ഓർമ്മ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ മാർക്ക് കിട്ടി. കണ്ട, x/360 r/r. അപ്പൊ നമുക്ക് ഇതിലൊന്ന് കണ്ടുപിടിക്കേണ്ടി വരും. അത് പല ചോദ്യ പേപ്പറിലും നമുക്ക് ഈ ചോദ്യം കാണാൻ പറ്റും. പിന്നെ നമുക്കുള്ള നോക്കിയാൽ ബേസ് ഏരിയ അല്ലെ, ബേസ് സർക്കിൾ ആണ്, അതുകൊണ്ട് ഇതിന്റെ സർക്കിൾ ആയതുകൊണ്ട് πr². പിന്നെ നമ്മുടെ കർവ്ഡ് സർഫസ് ഏരിയ അല്ലെ, വക്രമുഖം, കർവ്ഡ് സർഫസ് ഏരിയയുടെ കിട്ടണം എന്ത് ചെയ്യണം, πr_l. പിന്നെ ടോട്ടൽ സർഫസ് ഏരിയ കിട്ടണമെങ്കിൽ, ആകെ ഉപരിതല പരപ്പെട്ടണമെങ്കിൽ രണ്ടും കൂടി കൂട്ടാം അല്ലെ, അതായത് πr × l+r, πr × l+r. അപ്പോൾ നമുക്ക് നോക്കിയാൽ റേഡിയസും എല്ലും മാത്രമേ ആവശ്യമുള്ളൂ അല്ലേ. അപ്പൊ നമുക്ക് റേഡിയസ് ഒന്നുകിൽ ഇതേ രൂപത്തിൽ കണ്ടുപിടിക്കേണ്ടത് വരും. ഇനി എല്ല് കിട്ടാൻ എന്ത് ചെയ്യണം, എല്ല് തന്നിട്ടിൽ നോക്കിയാൽ ഇവിടെ വേറൊരു ട്രയാങ്കിൾ ആണ് വരുന്നത് അല്ലെ, ഇവിടെ h, l, r. അപ്പൊ ഇത് ഓർമ്മയിൽ വെക്കുക, ഇത് h, ഇത് l, ഇത് r. ഇത് വെച്ചുകൊണ്ട് നമുക്ക് എല്ലോ അല്ലെങ്കിൽ എച്ചോ കണ്ടുപിടിക്കാൻ പറ്റും. അതായത് ഇതെന്താണ്, റൈറ്റ് ട്രയാങ്കിൾ ആണ് അല്ലെ. അപ്പൊ ഇത് നമ്മൾ പൈത്തഗോറസ് തിയറം ഉപയോഗിച്ചുകൊണ്ട് ഇതിൽ നമുക്ക് തരാത്തത് എച്ചോ എല്ലോ നമുക്ക് കണ്ടുപിടിക്കാനും പറ്റും. പിന്നെ നമ്മൾ ഇക്വേഷൻ അങ്ങോട്ട് കൊടുത്തു കഴിഞ്ഞാൽ അതിന് ഉത്തരമായി. ഇനി നമുക്ക് നോക്കിയാൽ മുമ്പ് ചോദിച്ചൊരു ചോദ്യം നോക്കാം. എ കോൺ ഓഫ് റേഡിയസ് 12 cm ഈസ് ടു ബി മെയ്ഡ് by folding a sector out from a circle of radius 20 cm. അതായത് 20 cm റേഡിയസ് ഉള്ള ഒരു സർക്കിളിൽ നിന്നും ഒരു സെക്ടർ കട്ട് ചെയ്തെടുത്തിട്ട് 12 cm റേഡിയസ് ഉള്ള ഒരു സ്തൂപിക കോൺ ഉണ്ടാക്കണം. മനസ്സിലായല്ലോ. അപ്പൊ ഇവിടുത്തെ റേഡിയസ് നമുക്ക് വന്നിട്ടുണ്ട് 20 cm. അപ്പൊ ഇതിൽ നിന്നും എന്തുണ്ടാക്കണം, 12 cm അല്ലെ. അപ്പൊ ഈ റേഡിയസ് നോക്കിയാൽ 12 cm, 12 cm റേഡിയസ് ഉള്ള ഒരു കോൺ ഉണ്ടാക്കണം എന്ന്. അങ്ങനെയാണെങ്കിൽ എത്ര ഡിഗ്രിയിൽ ഇത് കട്ട് ചെയ്യണം, ഞാൻ പറഞ്ഞില്ലേ. അപ്പൊ ഇതിൽ ഏതെങ്കിലും രണ്ടെണ്ണം തരും, ഒരെണ്ണം ചോദിക്കും. അപ്പൊ നമുക്ക് നോക്കിയാൽ ഇതിന്റെ റേഡിയസ് കിട്ടി, ഇതിന്റെ റേഡിയസ് കിട്ടി അല്ലെ. എന്താണ് ചോദിച്ചിട്ടുള്ളത്, ഈ ആംഗിൾ എത്രയായിരിക്കും എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ നമുക്ക് ഉടനടി എഴുതാം x/360 r/r അല്ലെ. r എന്ന് പറഞ്ഞാൽ 12, ഈ r 20 അല്ലെ. അപ്പൊ അതിൽ നിന്ന് നമുക്ക് ക്രോസ് ചെയ്താൽ എന്ത് കിട്ടും, x എത്രയാണെന്ന് നമുക്ക് കിട്ടും. ഇനി വേറെ ചോദ്യങ്ങളുണ്ട്. കാൽക്കുലേറ്റ് ടോട്ടൽ സർഫസ് ഏരിയ. സർഫസ് ഏരിയ നമുക്കറിയാം πr × l+r അല്ലെ. ഇവിടെ നമുക്ക് റേഡിയസ് അല്ലെ, റേഡിയസ് അറിയാം. ഇനി എന്താണ്, എല്ല് മാത്രമേ കിട്ടാനുള്ളൂ അല്ലെ. ഇവിടെ നോക്കിയാൽ ഈ റേഡിയസ് വന്നിട്ടുണ്ട് നമുക്ക് അല്ലെ, ഈ റേഡിയസ് 20 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഈ റേഡിയസ് തന്നെ അല്ലേ എല്ല്. അപ്പൊ എല്ലും നമുക്കറിയാം, റേഡിയസും അറിയാം. അപ്പൊ ഇതിലങ്ങോട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഉത്തരമായി. ഇനി മറ്റൊരു ചോദ്യം നോക്കിയാൽ എ സെക്ടർ ഓഫ് സെൻട്രൽ ആംഗിൾ 216 കണ്ടോ, സെൻട്രൽ ആംഗിൾ തന്നിട്ടുണ്ട് 216 ഡിഗ്രി ഈസ് കട്ട് ഓഫ് ഫ്രം എ സർക്കിൾ ഓഫ് റേഡിയസ് 15 അല്ലെ. അപ്പൊ ഈ സർക്കിളിന്റെ റേഡിയസ് തന്നിട്ടുണ്ട് 15 cm ആൻഡ് ബെൻഡ് ഇൻ ടു എ കോൺ. ഇത് ഇത്രയും കട്ട് ചെയ്തിട്ട് എന്റെ 12 cm റേഡിയസ് 216 ഡിഗ്രി ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്തിട്ട് ഒരു കോൺ ഉണ്ടാക്കി. അങ്ങനെയാണെങ്കിൽ കാൽക്കുലേറ്റ് ദി സ്ലാന്റ് ഹൈറ്റ്, ബേസ് റേഡിയസ് ആൻഡ് ഹൈറ്റ് ഓഫ് ദി കോൺ. അപ്പൊ സ്ലാന്റ് ഹൈറ്റ് കണ്ടുപിടിക്കണം, പിന്നെയോ ബേസിന്റെ റേഡിയസ് കണ്ടുപിടിക്കണം, പിന്നെയോ ഹൈറ്റ് കണ്ടുപിടിക്കണം. അപ്പോൾ ഇവിടെ നോക്കിയാൽ ഈ റേഡിയസ് ഒന്നുണ്ടല്ലേ, റേഡിയസ് തന്നെയല്ലേ സ്ലാന്റ് ഹൈറ്റ്. അപ്പൊ നമുക്ക് എത്ര കിട്ടി, അതിന് പെട്ടെന്ന് ഉത്തരം കിട്ടി 15 cm. ഇനി അടുത്തെന്താണ്, 6 കണ്ടുപിടിക്കണം അല്ലെ, 6 കണ്ടുപിടിക്കണം. അപ്പൊ ഉടനടി നമുക്ക് ഈ ഇക്വേഷൻ എഴുതാം, x/360 r/r അല്ലെ. x വന്നിട്ടുണ്ട് നമുക്ക് 216, അപ്പൊ 216/360 r/ ഈ r നമുക്കറിയാം എത്രയാണ്, 15 അല്ലെ. അപ്പൊ അതിൽ നിന്ന് ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, r-ന്റെ വാല്യൂ കിട്ടും. അപ്പൊ 6 കിട്ടി. ഇനി h കണ്ടുപിടിക്കണം അല്ലെ. അപ്പൊ ഇവിടെ L അറിയാം, R അറിയാം, h കണ്ടുപിടിക്കാലോ. ഇതിന്റെ സ്ക്വയറിൽ നിന്ന് ഇതിന്റെ സ്ക്വയർ കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിന്റെ സ്ക്വയർ കിട്ടി. ക്ലിയർ ആയില്ലേ. അപ്പൊ ഇതേ ടൈപ്പ് ചോദ്യമേ ഇതിൽ നിന്ന് ചോദിക്കൂ.
പിന്നെ ഇടയ്ക്ക് നോക്കിയാൽ ഈ റേഷ്യോ ചോദിക്കാറുണ്ട്. അതായത് നോക്കിയാൽ ഇതിന്റെ റേഡിയസ് തമ്മിലുള്ള റേഷ്യോ R1:R2 3:5 ആണ്. ഹൈറ്റുകൾ തമ്മിലുള്ള റേഷ്യോ, രണ്ട് കോണുകൾ ഹൈറ്റുകൾ തമ്മിലുള്ള റേഷ്യോ 2:3 ആണ്. അങ്ങനെയാണെങ്കിൽ വോളിയങ്ങൾ തമ്മിലുള്ള റേഷ്യോ എന്തായിരിക്കും? അപ്പോൾ ഇങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ എപ്പോഴും എന്ത് ചെയ്യുക, റേഡിയസ് R1 R2 അല്ലേ, നമ്മൾ എന്ത് ചെയ്യുക, ഇതിനെ ഇപ്പോൾ R1 എന്ത് കൊടുക്കുക, നമുക്ക് R1 എന്ന് പറഞ്ഞാൽ 3 അല്ലേ, 3:5 അല്ലേ, അപ്പോൾ 3R എന്ന് കൊടുക്കുക, 3R. R2 5R ഉണ്ടോ? അപ്പോൾ ഇങ്ങനെ നമ്മൾ കൊടുക്കുക, R1 3R, R2 5R. ഇനി H1 എന്തായിരിക്കും? H1 2:3 അല്ല, അപ്പോൾ H1 2H, H2 എന്ത് കൊടുക്കുക നമുക്ക്? 3H. കണ്ട, ഫസ്റ്റ് ഇതൊക്കെ ചെയ്യാം. ഇത് ചെയ്തിട്ട് വേറൊരു പണിയിൽ നമ്മൾ ആ ഇക്വേഷൻ അങ്ങോട്ട് കൊടുക്കുക. എന്താണ് വോളിയം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, എന്താണ് 1/3 πr²H അല്ലേ. അപ്പോൾ പൈ ഇൻറ്റു ആദ്യത്തെ വോളിയം R എന്ന് പറഞ്ഞാൽ എത്രയാണ്? 3R. കണ്ട, 3R, R² എന്ന് പറഞ്ഞാൽ 3R ഹോൾ സ്ക്വയർ. H എത്രയാണ് ഇവിടെ? 2H. ഈസ്റ്റു ഇനി ഇതിന്റെ വോളിയം എന്ത് വരും? 1/3 പൈ ഇൻറ്റു R2. R2 എത്രയാണ്? 5R അല്ലേ, ഇവിടെ R2 5R. അപ്പോൾ 5R സ്ക്വയർ ഇൻറ്റു ഇവിടെ H എത്ര വരും? 3H. അപ്പോൾ അടുത്ത സ്റ്റെപ്പ് 1/3 പൈ ഇൻറ്റു 3 സ്ക്വയർ 9 R² ഇൻറ്റു 2H ഈസ് ഈക്വൽ ടു 1/3 പൈ ഇൻറ്റു 5 ഇൻറ്റു 5 25 R² ഇൻറ്റു 3H എന്ന് വരും അല്ലേ. ഇനി നമുക്ക് നോക്കിയാൽ അടുത്ത സ്റ്റെപ്പ് എന്ത് വരും? ഇതിൽ കോമൺ ആയിട്ടുള്ള നമ്മൾ രണ്ടിലും കട്ട് ചെയ്ത് കളയാം അല്ലെ. 1/3 പൈ പോകും, 1/3 പൈ പോകും. അങ്ങനെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ R² ക്യാൻസൽ ചെയ്ത് പോകും, Hഉം ക്യാൻസൽ ആയി പോകും. ബാക്കി എന്ത് കിട്ടും നമുക്ക്? 9:75 എന്ന് കിട്ടും. അതിനെ ചെറുതാക്കി എഴുതുമ്പോൾ നമുക്ക് 3:25 എന്ന് കിട്ടും അല്ലേ. ഇതേ രൂപത്തിലുള്ള ചോദ്യം വന്നാൽ ഇങ്ങനെ നമ്മൾ ചെയ്യാം. അതുപോലെ ഇനി ചോദിക്കുന്നൊക്കെ വോളിയം, ഈ രണ്ട് കോണിന്റെയും വോളിയം ഈക്വലാണ്. അതിന്റെ റേഡിയസ് തമ്മിലുള്ള റേഷ്യോ തരും, പിന്നെയോ അതിന്റെ ഹൈറ്റ് തമ്മിലുള്ള റേഷ്യോ ചോദിക്കും. മനസ്സിലായില്ലേ? അതായത് V1ഉം V2ഉം ഈക്വൽ ആണെന്ന് പറയും. രണ്ടിന്റെ വോളിയം ഈക്വൽ ആണ്. റേഡിയസ് തമ്മിലുള്ള റേഷ്യോ, അതായത് R1:R2 എത്രയാണെന്ന് ഇപ്പൊ ഏതെങ്കിലും റേഷ്യോ വരും. ഇപ്പൊ നമുക്ക് എക്സാമ്പിൾ 4:5 എന്ന് വിചാരിക്കും. അങ്ങനെയാണെങ്കിൽ ഹൈറ്റുകൾ തമ്മിലുള്ള റേഷ്യോ എന്തായിരിക്കും എന്ന് ചോദിക്കും. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം? ഈ R1 എന്ത് കൊടുക്കുക? R1 4R എന്ന് കൊടുക്കുക. R2 എന്തായിരിക്കും? 5R. കണ്ട, ഇനി നമുക്കിതിൽ നമ്മൾ ഇതിന്റെ ഇക്വേഷൻ എഴുതാം. ഇക്വേഷൻ എഴുതിയിട്ട് R1 പകരം 4R കൊടുക്കുക, R2 പകരം 5R കൊടുക്കുക. അതായത് ഇവിടെ നിൽക്കാം 1/3 പൈ ഇൻറ്റു 4R അല്ലെ. ഇവിടെ 4R വന്നു, ഹോൾ സ്ക്വയർ ഇൻറ്റു H നമുക്ക് കണ്ടുപിടിക്കണ്ടേ അല്ലെ, H തമ്മിലുള്ള റേഷ്യോ. അപ്പൊ H1 രണ്ട് തുല്യമാണെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലെ. ഈ ഈക്വൽ ടു എന്ത് വരും? 1/3 പൈ ഇൻറ്റു ഇവിടെ എത്ര വരും? 5R അല്ലെ, 5R ഹോൾ സ്ക്വയർ ഇൻറ്റു H2. ഇനി നമുക്കൊക്കെ 1/3 പൈ ക്യാൻസൽ ചെയ്ത് കളയാം അല്ലേ. പിന്നെ 4ന്റെ സ്ക്വയർ 16, അപ്പോൾ 16R² ഇൻറ്റു H1 ഈസ് ഈക്വൽ ടു 25R² ഇൻറ്റു H2 എന്ന് കിട്ടും അല്ലേ. അതിൽ നിന്ന് H1 ഈസ് ടു H2. അപ്പോൾ അവിടെ ശ്രദ്ധിക്കണം, 4ന്റെ സ്ക്വയർ 16, H1 ഈസ് ഈക്വൽ ടു 25 H2 എന്നായിരിക്കും കിട്ടുക അല്ലേ. അപ്പോൾ നമ്മളിവിടെ റേഷ്യോ എഴുതുമ്പോൾ H1 ഈസ് ടു H2 എന്ന് എഴുതുമ്പോൾ എന്ത് വരും? 16:25. നേരെ തിരിച്ചിടണം, 25:16. അവിടെ തെറ്റിക്കാൻ പാടില്ല. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഈ ഭാഗത്തു നിന്നുള്ള മാർക്ക് നിങ്ങൾക്ക് കിട്ടും. ഇനി അടുത്ത നമുക്ക് സ്ഫിയർ ആണ് അല്ലേ. അപ്പോൾ സ്ഫിയറിന്റെ കാര്യത്തിൽ നോക്കിയാൽ സർഫസ് ഏരിയ എന്ന് പറഞ്ഞാൽ 4 πr², വോളിയം 4/3 πr³. തെറ്റിക്കരുത്, πr³. ഇനി ഹെമിസ്ഫിയർ ആണെങ്കിലും അർദ്ധഗോൾ ആണെങ്കിൽ നോക്കിയാൽ ഈ വളഞ്ഞ ഭാഗം വരും, ഇവിടെ ഒരു സർക്കിളും വരും അല്ലേ. അപ്പോൾ അതിന്റെ സർഫസ് ഏരിയ 3 πr² ആണ്. അപ്പോൾ സാധാരണ ഈ ഭാഗത്ത് ഒരു ചോദ്യം ചോദിക്കാറുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ നമുക്ക് ഒരു സ്ഫിയറിന്റെ സർഫസ് ഏരിയ തരും. ഇപ്പൊ ഉദാഹരണത്തിന് നോക്കിയാൽ ഇപ്പൊ 80 സ്ക്വയർ സെന്റിമീറ്റർ ആണ് ഒരു സ്ഫിയറിന്റെ സർഫസ് ഏരിയ. അങ്ങനെയാണെങ്കിൽ അത് രണ്ടാക്കി കഴിഞ്ഞാൽ അതിന്റെ ഓരോ ഭാഗത്തിന്റെയും സർഫസ് ഏരിയ എത്രയായിരിക്കും നോക്കും അല്ലെ. അപ്പൊ നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കണം? അതായത് നോക്കിയാൽ സർഫസ് ഏരിയ എന്താണ്? 4 πr² അല്ലെ. 4 πr² എന്ന് പറഞ്ഞാൽ എത്രയാണ്? 80 സ്ക്വയർ സെന്റിമീറ്റർ ആണ് അല്ലെ. അങ്ങനെയാണെങ്കിൽ πr² എന്തായിരിക്കും? ഈക്വൽ ടു 80/4 അല്ലെ, ഈക്വൽ ടു 20. അപ്പോൾ πr² 20 കിട്ടി. അങ്ങനെയാണെങ്കിൽ നമുക്ക് നോക്കിയാൽ എന്താണ് ഒരു അർദ്ധഗോളത്തിന്റെ ഏരിയ? 3 πr² അല്ലെ. അപ്പൊ ഇതിനെ πr² 3 കൊണ്ട് ഗുണിച്ചാൽ മതി. മനസ്സിലായില്ലേ? അപ്പൊ 3 ഇൻറ്റു 20. അപ്പൊ നമുക്ക് എത്ര കിട്ടും? 60. അപ്പൊ അത് തെറ്റിക്കാൻ പാടില്ല. ഇനി ചില സമയം നോക്കിയാൽ ഇതേപോലെ ചോദ്യം ചോദിക്കും. അതായത് ഇപ്പൊ നമുക്കൊരു കട്ടിയായ ഗോളം, ഇതിന്റെ റേഡിയസ് നമുക്ക് തന്നിട്ടുണ്ടായിരിക്കും. ഇപ്പൊ ഒരു 10 സെന്റിമീറ്ററോ 12 സെന്റിമീറ്റർ അങ്ങനെ നമുക്ക് തന്നിട്ടുണ്ടായിരിക്കും. ഇത് ഉരുക്കിയിട്ട് ചെറിയ കുറെ എന്തുണ്ടാക്കണം? ഗോളങ്ങൾ ഉണ്ടാക്കണം. മനസ്സിലായല്ലോ? അപ്പൊ അതിന്റെ റേഡിയസ് നമുക്ക് വന്നിട്ടുണ്ടായിരിക്കും. ഒന്നുകിൽ 2 സെന്റിമീറ്റർ 3 സെന്റിമീറ്റർ അതിന്റെ റേഡിയസ് വന്നിട്ടുണ്ടായിരിക്കും. അങ്ങനെയാണെങ്കിൽ എത്ര ഉണ്ടാക്കാൻ പറ്റും എന്ന് ചോദിക്കും. അപ്പൊ നമ്മൾ എന്ത് ചെയ്താൽ മതി? ഇതിന്റെ വോളിയം അല്ലെ, ഈ കേസ് ഉപയോഗിച്ചുകൊണ്ട് ഇതിന്റെ വോളിയം കണ്ടുപിടിക്കുക. പിന്നെ ഇതേ റേഡിയസ് അറിയാം, ഇതിന്റെ വോളിയം നമ്മൾ കണ്ടുപിടിക്കുക. എന്നിട്ട് ഇതിനെ നമ്മൾ എന്ത് ചെയ്യുക? ഈ വോളിയത്തെ ഈ വോളിയം കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഉത്തരം കിട്ടി.
ഇനി ചില ചോദ്യങ്ങൾ നോക്കിയാൽ ഈ റേഡിയസ് തന്നിട്ടുണ്ടായിരിക്കും, ഇതിന്റെ റേഡിയസ് തന്നിട്ടുണ്ടായിരിക്കില്ല. ഇതിപ്പോൾ നമുക്കൊരു 20 എണ്ണം ഉണ്ടാക്കാമെന്നോ അല്ലെങ്കിൽ 15 എണ്ണം ഉണ്ടാക്കാമെന്നോ ഈ നമ്പർ തരും നമുക്ക്. മനസ്സിലായില്ലേ? എന്നിട്ട് ഇതിന്റെ റേഡിയസ് എത്രയെന്ന് ചോദിക്കും. അങ്ങനെയാണെങ്കിൽ എന്ത് വേണം? നമുക്കറിയാൻ നോക്കിയാൽ ഇതിന്റെ മൊത്തം വോളിയവും ഇതിന്റെ വോളിയം എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കണം അല്ലേ? അതായത് നോക്കിയാൽ ഈ ചെറുതിന്റെ വോളിയം ഇപ്പൊ നമുക്ക് നോക്കിയാൽ 4/3 പൈ ഇൻറ്റു ഇതിന്റെ റേഡിയസ് നമുക്ക് ഇപ്പോൾ 6 കൊടുത്തു. ഇതിന്റെ ചെറിയ ഒരെണ്ണത്തിന്റെ വോളിയം അങ്ങനെ എത്ര ഉണ്ട്? ഇപ്പൊ 20 എണ്ണാണെങ്കിൽ 20 അല്ലേ? അപ്പൊ ഈ വോളിയം ഇതിന്റെ വോളിയം ഈക്വൽ ആയിരിക്കും. ഇതിന്റെ വോളിയം എത്രയാണ്? 4/3 പൈ, ഇതിന് നമുക്ക് 6 കൊടുക്കാം, ക്യാപിറ്റൽ 6 കൊടുക്കാം, r³ കണ്ട, ഇത് രണ്ടും ഈക്വൽ ആയിരിക്കും. അപ്പൊ ഇത് നമുക്ക് നോക്കിയാൽ 4/3 അല്ലേ? 4/3 പൈ ഇവിടെ ഉണ്ട്, 4/3 പൈ ഉണ്ട്, ക്യാൻസൽ, ബാക്കി തോന്നുന്നു r³ ഇൻറ്റു 20 r³ അല്ലേ? അപ്പൊ ഇവിടുത്തെ റേഡിയസ് നമുക്ക് തന്നിട്ടുണ്ടായിരിക്കും. അപ്പൊ അതിൽ നിന്ന് r³ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? ഇവിടുത്തെ റേഡിയസ് അല്ലെ, ഈ കിട്ടിയ r³ ബൈ ഈ 20 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അതായത് ഈ തന്നിട്ടുള്ള എണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്യുക അല്ലെ? മനസ്സിലായി? അപ്പൊ നമുക്ക് എന്ത് കിട്ടും? ഇതിന്റെ r³ കിട്ടും, അതിൽ നിന്ന് r കണ്ടുപിടിക്കുക. അപ്പൊ ഇത്തരം ചോദ്യങ്ങളാണ് സാധാരണയായി നമ്മുടെ ഈ ചാപ്റ്ററിൽ നിന്ന് ചോദിക്കാറുള്ളത്. ഇനി നമുക്ക് അടുത്ത ചാപ്റ്ററുമായി വീണ്ടും കാണാം.